നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ, പാലക്കാട്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിലാണ്. ആപ്പിൾ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ആസാം, അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന. ആപ്പിളിൻ്റെ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. മംഗലാപുരം നഗരം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത്? നേത്രാവതി, ഗോദാവരി, നർമ്മദ, കാവേരി. മംഗലാപുരം നഗരം സ്ഥിതി ചെയ്യുന്നത് നേത്രാവതി നദിയുടെ തീരത്താണ്. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രിയായ വനിത? ജയലളിത, ലക്ഷ്മിബായി, സുലോചന കൃപലാനി, മായാവതി. മായാവതിയാണ് ശരിയായ ഉത്തരം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏത്? ഗോരഖ്പൂർ, ചെമ്പൂർ, കാൺപൂർ, ജയ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമാണ് ഗോരഖ്പൂർ. ബദരീനാഥ് ക്ഷേത്രം പണി കഴിപ്പിച്ചത് ആരാണ്? ശബരീശ്, ആദിശങ്കരൻ, ശ്രീ ശങ്കരാചാര്യ, വാഗ്ഭടാനന്ദൻ. ബദരീനാഥ് ക്ഷേത്രം പണി കഴിപ്പിച്ചത് ആദിശങ്കരനായിരുന്നു. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്? പുതുച്ചേരി, പോണ്ടിച്ചേരി, കവരത്തി, കാരയ്ക്കൽ. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏത്? കവരത്തിയാണ് ശരിയായ ഉത്തരം. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമത്? 7, 8, 6, 3. ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 7 വലിപ്പത്തിൽ. ഗോദാവരിയുടെ നീളം എത്രയാണ്? 1466 കിലോമീറ്റർ, 1432 കിലോമീറ്റർ, 1465 കിലോമീറ്റർ, 1500 കിലോമീറ്റർ. ഗോദാവരി നദിയുടെ നീളം 1465 കിലോമീറ്ററാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്? ബംഗാൾ, ബീഹാർ, മേഘാലയ, നാഗാലാൻഡ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനം ബംഗാളിലാണ്. കൈത്തറി വ്യവസായത്തിന് പ്രസിദ്ധമായ പട്ടണം ഏത്? ഉദയപുരം, വിശാഖപട്ടണം, റാണിപുരം, ബാലരാമപുരം. കൈത്തറി വ്യവസായത്തിന് പ്രസിദ്ധമായ പട്ടണമാണ് ബാലരാമപുരം. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ നദി? കരമന നദി, വാമനപുരം പുഴ, കൃഷ്ണ നദി, നെയ്യാർ. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ നദിയാണ് വാമനപുരം പുഴ. രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം എത്ര? 35 വയസ്സ്, 45 വയസ്സ്, 40 വയസ്സ്, 30 വയസ്സ്. രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ 30 വയസ്സ് തികഞ്ഞിരിക്കണം. ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആര്? ഗിരീഷ് ചന്ദ്ര, അനൂപ് മിശ്ര, സൂരജ് ബാൻ, രാംശങ്കർ കഥേരിയ. രാംശങ്കർ കഥേരിയാണ് ശരിയായ ഉത്തരം. 5 വിളക്കുകളുടെ നഗരം എന്നറിയപ്പെടുന്നത്? കുമരകം, പനച്ചിക്കാട്, ചങ്ങനാശ്ശേരി, വൈക്കം. 5 വിളക്കുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ചങ്ങനാശ്ശേരിയാണ്. പത്തനംതിട്ട ജില്ലയിലെ നിത്യഹരിത വനപ്രദേശം? കവിയൂർ, കടമ്മനിട്ട, കോന്നി, ഗവി. പത്തനംതിട്ട ജില്ലയിലെ നിത്യഹരിത വനപ്രദേശമാണ് ഗവി. പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി ഏതാണ്? ജാതിക്കുമ്മി, രജനീരംഗം, അഹല്യ, പോംവഴി. പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ഒരു കൃതിയാണ് ജാതിക്കുമ്മി. തെമ്മാടിയായ സന്യാസി എന്നറിയപ്പെടുന്നത്? റാസ്പുട്ടിൻ, നിക്കോളാസ്, മാക്സിം ഗോർക്കി, ലെനിൻ.
തെമ്മാടിയായ സന്യാസി എന്നറിയപ്പെടുന്നത് റാസ്പുട്ടിനാണ്. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വരുന്നത് ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടായിരുന്നു? ഖിലാഫത്ത്, മലബാർ കലാപം, റൗലറ്റ്, നിസ്സഹകരണ പ്രസ്ഥാനം. ഖിലാഫത്തുമായി ബന്ധപ്പെട്ടായിരുന്നു. സോവിയറ്റ് യൂണിയൻ നിലവിൽ വന്ന വർഷം 1922, 1924, 1926, 1930. സോവിയറ്റ് യൂണിയൻ നിലവിൽ വന്നത് 1922 ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്നത് ജൂൺ 21, മാർച്ച് 21, ഡിസംബർ 23, ഏപ്രിൽ 10. ജൂൺ 21 ഏറ്റവും വനവിസ്തൃതി കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഹരിയാന, ഗുജറാത്ത്, ആസാം, പഞ്ചാബ്. വനവിസ്തൃതി ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന. ഗുരുസാഗരത്തിൻ്റെ രചയിതാവ് ആര്? OV വിജയൻ, അക്കിത്തം, MD വാസുദേവൻ, വൈലോപ്പിള്ളി. ഗുരുസാഗരം രചിച്ചത് OV വിജയനാണ്. ഏതെല്ലാം ഭാഷകൾ ചേർന്നതാണ് മണിപ്രവാളം? ഉറുദുവും മലയാളവും, മലയാളവും സംസ്കൃതവും, തമിഴും മലയാളവും, കന്നഡയും സംസ്കൃതവും. മണിപ്രവാളം എന്നത് മലയാളവും സംസ്കൃതവും ചേർന്നതാണ്. ഈർപ്പം അളക്കുന്ന ഉപകരണം ഏത്? ഹൈഡ്രോമീറ്റർ, നാനോമീറ്റർ, തെർമോമീറ്റർ, ലാപ്സോമീറ്റർ. ഈർപ്പം അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ചൊവ്വ, വ്യാഴം, ശുക്രൻ, ശനി. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ പണി കഴിപ്പിച്ച മുഗൾ രാജാവ്? അക്ബർ, ബാബർ, ഷാജഹാൻ, ജഹാംഗീർ. ഷാജഹാനാണ് ശരിയായ ഉത്തരം. കപ്പലിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന തുറമുഖത്തിൻ്റെ ഭാഗം? ഡോക്ക്, പോർട്ട്, സൈഖോൺ, നീർ. കപ്പലിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന തുറമുഖത്തിൻ്റെ ഭാഗമാണ് ഡോക്ക്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന എണ്ണ ശുദ്ധീകരണശാല? ഹാജോ, മജുലി, ദിഗ്ബോയ്, സുയാൽ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന എണ്ണ ശുദ്ധീകരണശാലയാണ് ദിഗ്ബോയ്. ആസാം ഗവർണർ സ്ഥാനത്ത് ഇരുന്ന മലയാളി ആര്? CK പിള്ള, K ശങ്കരനാരായണൻ, K കൃഷ്ണൻകുട്ടി, GV രാജ. ആസാം ഗവർണർ സ്ഥാനത്ത് ഇരുന്ന മലയാളിയായിരുന്നു K ശങ്കരനാരായണൻ. മഹാസമുദ്രങ്ങളിൽ ഏറ്റവും ആഴമേറിയ സമുദ്രം? ഇന്ത്യൻ മഹാസമുദ്രം, ആർട്ടിക് സമുദ്രം, പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം. പസഫിക് സമുദ്രമാണ് ശരിയായ ഉത്തരം. ഇന്ത്യയിലെ ആദ്യ പേയ്മെൻറ്റ് പഞ്ചായത്ത് ഏത്? തൃക്കരിപ്പൂർ, നീലേശ്വരം, മഞ്ചേശ്വരം, പനത്തട്ടി. ഇന്ത്യയിലെ ആദ്യ പേയ്മെൻറ്റ് പഞ്ചായത്തായിരുന്നു മഞ്ചേശ്വരം. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗം? പ്യൂട്ടോറിക്ക ഗർത്തം, ഗയോട്ട, ഗാലപ്പക്കോസ്, മഗലൻ. പ്യൂട്ടോറിക്ക ഗർത്തമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം ഏത്? താമു മാസിഫ്, ഹവായി, മോണിസ്റ്റർ, സ്പോട്ടിയാസ്. ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം താമു മാസിഫ് ആണ് ശരിയായ ഉത്തരം. ശബ്ദതരംഗങ്ങളുടെ സഹായത്തോടെ സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്ന ഉപകരണം? പാത്തോ സൗണ്ടർ, എക്കോ സൗണ്ടർ, ഓഷിയോ സൗണ്ടർ, നൗറോസർ. എക്കോ സൗണ്ടറാണ് ശരിയായ ഉത്തരം. ടിബറ്റുകാരുടെ പുതുവത്സര ആഘോഷം ഏത്? ലോസർ, നൗറോസ്, മൗലിദ്, ബുരിബൂട്ട്. ടിബറ്റുകാരുടെ പുതുവത്സര ആഘോഷം അറിയപ്പെടുന്നത് ലോസർ എന്നാണ്.
അരുണാചൽ പ്രദേശിലെ ഗോത്രവർഗം ഏത്? അപ്പത്താനി, ജമിയ, അരുൺ പ്രത, സുബൻരിയ. അരുണാചൽ പ്രദേശിലെ ഗോത്രവർഗമാണ് അപ്പത്താനി. അരുണാചൽ പ്രദേശിലെ പ്രസിദ്ധമായ ടൂറിസം ഏത്? ബോംഡില്ല, പകയു, ഫക്കിം, കുക്കി. അരുണാചൽ പ്രദേശിലെ പ്രസിദ്ധമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ബോംഡില്ല. ലോകത്ത് മഴ ലഭ്യതയിൽ ഒന്നാം സ്ഥാനമുള്ള പ്രദേശം ഏത്? മൗസിൻറാം, മനാസ്, സോഹ്റ, ജയന്തിയ. ലോകത്ത് മഴ ലഭ്യതയിൽ ഒന്നാം സ്ഥാനമുള്ള പ്രദേശമാണ് മൗസിൻറാം. മേഘാലയയിലെ പ്രധാന മതം ഏത്? ബുദ്ധമതം, ജൈനമതം, ക്രിസ്തുമതം, ഹിന്ദുമതം. മേഘാലയയിലെ പ്രധാന മതമാണ് ക്രിസ്തുമതം. അസമിൻ്റെ ദുഃഖം എന്ന് അറിയപ്പെടുന്ന നദി ഏത്? ബ്രഹ്മപുത്ര, ഗോദാവരി, സിന്ധു, ഗംഗ. അസമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്രയാണ് ശരിയായ ഉത്തരം. ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്ന കുന്നുകൾക്ക് പറയുന്ന പേരെന്ത്? ഗാസി കുന്നുകൾ, ഗസാല കുന്നുകൾ, ഉമിയാം കുന്നുകൾ, ബാൽക്ക കുന്നുകൾ. ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്ന ഗാസി കുന്നുകളിലാണ്. ലോകത്തിലെ ആദ്യ മെട്രോ ട്രെയിൻ നിലവിൽ വന്നത് എവിടെ? ജപ്പാൻ, ഇന്ത്യ, ലണ്ടൻ, അമേരിക്ക. ലോകത്തിൽ ആദ്യ മെട്രോ ട്രെയിൻ നിലവിൽ വന്നത് ലണ്ടനിലാണ്. സിയാച്ചിൻ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത്? സുരു, കുനാർ, രവി, നുബ്രെ. സിയാച്ചിൻ സ്ഥിതി ചെയ്യുന്ന നദീതീരം നുബ്ര നദീതീരത്താണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ആൻഡമാൻ്റെ തലസ്ഥാനമായിരുന്ന ദ്വീപ്? ചാതം ദ്വീപ്, കർലോ ദ്വീപ്, റോസ് ദ്വീപ്, പിലോമിലോ. റോസ് ദ്വീപാണ് ശരിയായ ഉത്തരം. വികലാംഗർക്കു വേണ്ടി സർവകലാശാല തുടങ്ങിയ ആദ്യ സംസ്ഥാനം? രാജസ്ഥാൻ, മേഘാലയ, ഉത്തർപ്രദേശ്, ഹരിയാന. വികലാംഗർക്കു വേണ്ടി സർവകലാശാല തുടങ്ങിയ ആദ്യ സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ്. ആദ്യത്തെ ഹിമാലയൻ എയർ സഫാരി അടുത്തിടെ വിക്ഷേപിച്ചത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തു നിന്നാണ്? ജമ്മു കാശ്മീർ, ലഡാക്ക്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്. ലഡാക്കാണ് ശരിയായ ഉത്തരം. സലാം ബോംബെ ഫൗണ്ടേഷൻ്റെ ഹെൽത്ത് അംബാസിഡറായി അടുത്തിടെ ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? പങ്കജ് ത്രിപാഠി, ആലിയ ഭട്ട്, അമൃത റായ്ചന്ദ്, ദീപിക പദുക്കോൺ. അമൃത റായ്ചന്ദാണ് ശരിയായ ഉത്തരം. നസീർ ക്രൂയിസ് മിസൈലുകൾ ഏത് രാജ്യമാണ് അടുത്തിടെ പുറത്തിറക്കിയത്? ഇറാഖ്, ഇറാൻ, തുർക്കി, UAE. ഇറാനാണ് ശരിയായ ഉത്തരം. ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് 2024 അനുസരിച്ച് ജോലി ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്, കേരളം, തെലങ്കാന, കർണാടക. കേരളമാണ് ശരിയായ ഉത്തരം. ഭൂമിരാശി പോർട്ടൽ ആരംഭിച്ച മന്ത്രാലയം ഏത്? ധനകാര്യ മന്ത്രാലയം, ഹൈവേ മന്ത്രാലയം, കൃഷി മന്ത്രാലയം, ഗ്രാമവികസന മന്ത്രാലയം. ഹൈവേ മന്ത്രാലയമാണ് ശരിയായ ഉത്തരം. അന്താരാഷ്ട്ര ലിംഗസമത്വ സമ്മാനം ഏത് രാജ്യമാണ് നൽകുന്നത്? എസ്തോണിയ, നോർവേ, ഫിൻലാൻഡ്, സ്വീഡൻ. ഫിൻലാൻഡാണ് ശരിയായ ഉത്തരം. സ്പെഷ്യൽ അഡ്മിനിസ്ട്രേഷൻ റീജിയൻ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യ, ഭൂട്ടാൻ, ചൈന, നേപ്പാൾ. ഭൂട്ടാനാണ് ശരിയായ ഉത്തരം. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് ഏത് നഗരത്തിലാണ്? ഉജ്ജയിൻ, ജയ്പൂർ, വാരണാസി, ന്യൂഡൽഹി. വാരണാസിയാണ് ശരിയായ ഉത്തരം. ഹൈതം ബിൻ താരിഖ് ഏത് രാജ്യത്തിൻ്റെ സുൽത്താനും പ്രധാനമന്ത്രിയുമാണ്? ഇറാൻ, യമൻ, ഒമാൻ, ഖത്തർ.
ഒമാനാണ് ശരിയായ ഉത്തരം. ഏത് സംസ്ഥാനത്തിൻ്റെ ചരിത്രപരവും പുരാവസ്തുശാസ്ത്രപരവുമായ സ്ഥലമാണ് കംഗ്ല കൊട്ടാരം? മേഘാലയ, മണിപ്പൂർ, ഒഡീഷ, അസം. മണിപ്പൂറാണ് ശരിയായ ഉത്തരം. ലിഥിയം, ഗ്രാഫൈറ്റ് എന്നിവയുൾപ്പെടെ 20 നിർണായക ധാതു ബ്ലോക്കുകളുടെ ലേലം ആരംഭിച്ച ഏഷ്യൻ രാജ്യം? ബംഗ്ലാദേശ്, ഇന്ത്യ, ഇന്തോനേഷ്യ, ശ്രീലങ്ക. ഇന്ത്യയാണ് ശരിയായ ഉത്തരം. 2023 ലോക കാലാവസ്ഥാ ആക്ഷൻ ഉച്ചകോടിയുടെ ആതിഥേയ നഗരം? കൊളംബോ, ദുബായ്, ലണ്ടൻ, ന്യൂഡൽഹി. ദുബായിയാണ് ശരിയായ ഉത്തരം. മഹിമ കൾട്ട് ഒരു മതപ്രസ്ഥാനമാണ്. അത് ഏത് സംസ്ഥാനത്താണ് ഉത്ഭവിച്ചത്? പശ്ചിമ ബംഗാൾ, കർണാടക, തെലങ്കാന, ഒഡീഷ. ഒഡീഷയാണ് ശരിയായ ഉത്തരം. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് സൂര്യകിരൺ? ഫ്രാൻസ്, ശ്രീലങ്ക, ബംഗ്ലാദേശ്, നേപ്പാൾ. നേപ്പാളാണ് ശരിയായ ഉത്തരം. ഏറ്റവും കൂടുതൽ ക്ഷയരോഗ കേസുകൾ റിപ്പോർട്ട് ചെയ്ത രാജ്യം? എത്യോപ്യ, ഇന്തോനേഷ്യ, ഇന്ത്യ, ചൈന. ഇന്ത്യയാണ് ശരിയായ ഉത്തരം. യൂറോപ്പിലെ പരമ്പരാഗത സായുധ സേനാ ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയ രാജ്യം? ഫ്രാൻസ്, ജർമ്മനി, റഷ്യ, ഇസ്രായേൽ. റഷ്യയാണ് ശരിയായ ഉത്തരം. യൂറോപ്യൻ ബഹിരാകാശ മന്ത്രിമാരുടെ 2 ദിവസത്തെ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം? ഡെൻമാർക്ക്, സ്പെയിൻ, ഇറ്റലി, റഷ്യ. സ്പെയിനാണ് ശരിയായ ഉത്തരം. ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത്? 2022, 2020, 2018, 2016. 2020 ശരിയായ ഉത്തരം. ബയോസ്ഫിയർ റിസർവുകൾക്കായുള്ള അന്താരാഷ്ട്ര ദിനം എപ്പോഴാണ്? നവംബർ 7, നവംബർ 5, നവംബർ 3, നവംബർ 1. നവംബർ 3 ശരിയായ ഉത്തരം. പുതിയ പഠനമനുസരിച്ച് ഏതിനമാണ് ശരീരത്തിലുടനീളം തലയുള്ളത്? മാംബാസ്, ജെല്ലിഫിഷ്, നക്ഷത്ര മത്സ്യം, നീരാളി. നക്ഷത്ര മത്സ്യമാണ് ശരിയായ ഉത്തരം. ആറാട്ട് ഉത്സവം ഏത് സംസ്ഥാനത്തെ പ്രശസ്തമായ ഉത്സവമാണ്? ബീഹാർ, ഒഡീഷ, കർണാടക, കേരളം. കേരളമാണ് ശരിയായ ഉത്തരം. ലോക വികസന വിവര ദിനം ആഘോഷിക്കുന്നത്? ഒക്ടോബർ 30, ഒക്ടോബർ 27, ഒക്ടോബർ 24, ഒക്ടോബർ 22. ഒക്ടോബർ 24 ശരിയായ ഉത്തരം. മിഷൻ മഹിളാ സാരഥി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം? കർണാടക, കേരളം, ഉത്തർപ്രദേശ്, ബീഹാർ. ഉത്തർപ്രദേശാണ് ശരിയായ ഉത്തരം. പെയിൻറ് ബ്രഷ് സ്വിഫ്റ്റ് ഏത് അപൂർവ ഇനത്തിൻ്റെ പേരാണ്? ഡ്രാഗൺ ഫ്ലൈ, തവള, ബട്ടർഫ്ലൈ, പാമ്പ്. ബട്ടർഫ്ലൈ ആണ് ശരിയായ ഉത്തരം. ഏത് ഇന്ത്യൻ സായുധ സേനയാണ് ഓപ്പറേഷൻ സജാഗ് അഭ്യാസം നടത്തിയത്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ നേവി, ഇന്ത്യൻ ആർമി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ് ശരിയായ ഉത്തരം. ഹൊയ്സാല ക്ഷേത്രങ്ങൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമ ബംഗാൾ, ഒഡീഷ, കർണാടക, തമിഴ്നാട്. കർണാടകയാണ് ശരിയായ ഉത്തരം. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലിൻ്റെ പേരെന്ത്? ആകാശ്, വിരാട്, ഭീം, വിക്രാന്ത്. വിക്രാന്താണ് ശരിയായ ഉത്തരം.
ഇന്ത്യൻ നഗരത്തിലുടനീളം 10,000 നിർമ്മിത ഇലക്ട്രിക് ബസ്സുകൾ വിന്യസിക്കാൻ ഏത് രാജ്യവുമായാണ് ഇന്ത്യ പങ്കാളികളായത്? ഓസ്ട്രേലിയ, USA, ഫിൻലാൻഡ്, ജർമ്മനി. USA ആണ് ശരിയായ ഉത്തരം. അടുത്ത അറിയിപ്പുണ്ടാകുന്നതുവരെ ഏത് രാജ്യത്തെ വിസാ സേവനങ്ങൾ ഇന്ത്യ അടുത്തിടെ നിർത്തിവെച്ചു? കാനഡ, ഇസ്രായേൽ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ. കാനഡയാണ് ശരിയായ ഉത്തരം. കാലജീര റൈസ് ഏത് സംസ്ഥാനത്ത് നിന്നുള്ള പ്രശസ്തമായ ഭക്ഷ്യ ഉൽപ്പന്നമാണ്? പഞ്ചാബ്, കർണാടക, പശ്ചിമ ബംഗാൾ, ഒഡീഷ. ഒഡീഷയാണ് ശരിയായ ഉത്തരം. പരപുരുഷനെ തേടിപ്പോകുന്ന സ്ത്രീകളുടെ സ്വഭാവ സവിശേഷത: ദേഷ്യം, അഹങ്കാരി, ശൃംഗാരം, പാവം. ശൃംഗാരമായിരിക്കും.